ഹായ്, ഞാനിത് ഒരു വർഷം മുമ്പ് പോയ ടർക്കി ട്രിപ്പിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഹായ്, നമ്മളിപ്പോൾ പാമുക്കാലയിലാണ്. ഇത് കോട്ടൺ കാസിൽ എന്നാണ് പാമുക്കാലയുടെ സ്ഥലത്തിൻ്റെ തന്നെ പേര്. ശരിക്കും ഐസല്ല, ഇത് കാൽഷ്യം കാർബണേറ്റ് ഡെപ്പോസിറ്റ് ആണ് വെള്ളം ഒഴുകിയിട്ട്. അപ്പോൾ ഇവിടുത്തെ വെള്ളം നിറച്ച് മിനറൽ റിച്ച് ആണെന്നാണ് പറയുന്നത്. ഭയങ്കര ഗുണമാണ് ഇതിൽ കുളിച്ചാലൊക്കെ. എയ്ത്ത് വണ്ടർ എന്ന് തന്നെ പറയാം. പക്ഷെ ഐസ് പോലെ തണുപ്പൊന്നുമില്ല. ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഈ പടങ്ങളൊക്കെ കണ്ടിട്ടാണ് എനിക്ക് അതിനോടൊരു അട്രാക്ഷൻ തോന്നിയത്. പക്ഷെ നേരി കാണാനായിട്ട് ആ ബ്ലൂ കളറൊന്നും ഇല്ല, വളരെ പ്ലെയിനാണ്. പക്ഷെ ചെറിയ ചൂടുണ്ട് വെള്ളത്തിന്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയായിരുന്നു. ഞങ്ങൾ ടർക്കിയിലെ മൂന്നാമത്തെയും നാലാമത്തെയും ദിവസമാണ് പാമുക്കാലയിലുണ്ടായിരുന്നത്. ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാനും മോളും അവിടെ വെച്ച് മീറ്റ് ചെയ്യുമായിരുന്നു. ഭയങ്കര മിനറലും കാൽഷ്യം റിച്ച് ആയതുകൊണ്ട് ഗുണമിരിക്കട്ടെ പറഞ്ഞ് ഞാൻ വേഗം വെള്ളത്തിൽ കുറച്ച് നേരം ഇറങ്ങി. ഇലക്ട്രിക് ടക്ടക്കിലൊരു പുതിയ ഡ്രൈവർ വരുന്നുണ്ട്, നമുക്ക് ആരാ നോക്കാം. പിന്നെ ടർക്കിയിലോട്ടുള്ള ട്രാവൽ ഞാനൊരു വിധത്തിലും ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇന്ത്യൻസ് ആരും അങ്ങോട്ടിപ്പം അവരുടെ പോളിസി കാരണം പോകുന്നില്ലല്ലോ. എങ്കിലും പഴയ വീഡിയോ ഇങ്ങനെ കിടന്നത് കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുവാണ്. ഈ വണ്ടി ഇങ്ങനെ 3 hours വാടകയ്ക്ക് എടുക്കാൻ കിട്ടും. ഡ്രൈവർ ഉള്ളതുകൊണ്ട് റൈറ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നുണ്ട്. പഴയ ഗ്രീക്ക് സിറ്റിയിലായിരുന്നു ഈ ട്രാവൻറ്റൈൻ ടെറസ് നമ്മൾ കണ്ട വെള്ളമൊക്കെ. എങ്കിലും പിന്നീട് 2nd century തൊട്ട് റോമൻസ് ആണ് ഇവിടുത്തെ ആർക്കിടെക്ചറൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തത്. കൊല്ലം പോവാണോ? നിനക്ക് യന്ത്രങ്ങളുടെ പ്രവർത്തനം ശരിക്കും അറിയാമോ? ടർക്കിയിലോട്ട് പോണവർ മെയിനായിട്ട് കപ്പഡോഷ്യ പിന്നെ ഇസ്താൻബുളിലാണ് പോകുന്നത്. ഞാൻ കപ്പഡോഷ്യയ്ക്ക് പകരം പാമുക്കലെ ചൂസ് ചെയ്ത്. ആദ്യം കണ്ട പിക്ചർ അതുപോലെ വാട്ടർ ടെറസ് എന്ന് വിചാരിച്ച് പിന്നെ ക്ലിയോപാട്ര പൂളിൽ കുളിക്കാനുമാണ് ഇത് ചൂസ് ചെയ്തത്. റോമൻ സിറ്റിയായ ഹെറാപോളിസിൻ്റെ റൂയിൻസിലാണ് ഈ ക്ലിയോപാട്ര പൂളുള്ളത്. അപ്പോൾ ഒരുപാട് മിനറൽസ് നിറഞ്ഞ ഈ പൂളിൽ ക്ലിയോപാട്ര കുളിച്ച പോലെ ഞങ്ങളും കുളിച്ചു. ആരെയും വിറപ്പിക്കാതിരിക്കാൻ അതൊന്നും ഷൂട്ട് ചെയ്തില്ല. പിന്നെ പോയത് അവിടുത്തെ പഴയ ആംഫി തിയേറ്ററിലോട്ടാണ്. അവിടെ 12,000 പേർക്കൊക്കെ ഇരുന്ന് കാണാൻ പറ്റും. അപ്പം ഈ മല്ലന്മാരൊക്കെ ഇടിവെക്കുന്നതും പിന്നെ ആനയും സിംഹമായിട്ടൊക്കെ മല്ലിടുന്നതൊക്കെ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇമാജിൻ ചെയ്യുമായിരുന്നു. അപ്പോൾ 2nd century തൊട്ട് അവിടെ ഇങ്ങനത്തെ ഡ്രാമകളും ഇതുപോലെ ഫൈറ്റൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഹലോ ഗൈസ്, ഞങ്ങൾ പാരാഗ്ലൈഡ് ചെയ്യാൻ പോവാണ്. ഓ മൈ ഗോഡ്, ഇവിടെ ഇങ്ങനെ വെച്ചിട്ടൊന്നും എടുത്തോന്നുണ്ട്. ഞങ്ങളെ കൊണ്ടുപോകാണ് ഗൈസ്. ഇനി കാണിക്ക് 3 ആൾക്കാരുണ്ട് ഞങ്ങളുടെ കൂടെ ചാടാൻ. അപ്പോൾ ജീവനോടെ വന്നാൽ കാണാം. ഇട്ട് എവിടെയൊന്നും ഇട്ട് എന്നിട്ട് ഈ മലയുടെ മുകളിലോട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഞങ്ങൾ ചാടാൻ പോവാണ്. ജീവനോടെ വന്നിട്ട് കാണാം. ജാങ്കോ, അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? അവസാനം നീ തീരുമാനിച്ച. അങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ ഞങ്ങളും പാരാഗ്ലൈഡിങ് ചെയ്യാൻ തീരുമാനിച്ചു. ചാടി വേണ്ടായിരുന്നു തോന്നിപ്പോയി. കാരണം വളരെ ഫ്ലിംസി ആയിട്ട് തോന്നി. അത്ര വലിയ സേഫ്റ്റി ഇതൊന്നും ആയിട്ട് തോന്നിയില്ല. അവരുടെ എക്യുപ്മെൻ്റ് എല്ലാം എല്ലാവരും ഇങ്ങനെ ചാടി മരണം മുന്നിൽ കാണുമ്പോൾ നമ്മുടെ പഴയ ലൈഫൊക്കെ മുഴുവൻ ഓർമ്മ വരും എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് ഓർമ്മ വന്ന ജയറാമിനെയാണ്. മറ്റേ ഫ്രണ്ട്സിൽ ഇങ്ങനെ ഇരിക്കുന്ന ജയറാമിനെ പോലെ ആവുമോ ഒക്കെ, വീൽ ചെയർ, അതായിരുന്നു എൻ്റെ ചിന്ത. പിന്നെ നീർജയെ കാണാഞ്ഞതും എനിക്ക് ടെൻഷനായിപ്പോയി. പിന്നെ എൻ്റെ ശ്വാസം നേരെ വീണത് അവൾ താഴെ നിൽക്കുന്ന കണ്ടപ്പോഴാണ്. പിന്നെ ഇവർ കുറച്ച് ഉടായിപ്പായിരുന്നു, കുറച്ച് പൈസ കൂടുതൽ വാങ്ങിച്ചു ഫോട്ടോഗ്രാഫിക്കൊക്കെ. പാരാഗ്ലൈഡിങ് സ്വിറ്റ്സർലൻഡോ ഏതെങ്കിലും കൺട്രി ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ല. ഞാൻ ഒരിക്കലും റിക്കമെൻഡ് ചെയ്യുന്നില്ല. ഇവിടെ ലീറ ആണ് ഇവിടുത്തെ കറൻസി. പിന്നെ ഞങ്ങൾ താമസിച്ച സ്ഥലം എനിക്കിഷ്ടമായിരുന്നു. കർവൻസറായി പറഞ്ഞിട്ടൊരു ഹോട്ടലാണ്, ഒരാൾ നടത്തുന്ന ഒരു ഹോട്ടലാണത്. വളരെ ക്ലീനായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് അഡ്വെഞ്ചർ ഹോട്ട് എയർ ബലൂൺ റൈഡായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി.
ഇവിടെ കുറച്ചുകൂടെ ചീപ്പറായിട്ടും കൂടെ ഉള്ള കൊണ്ടാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തത്. കപ്പഡോഷ്യയിൽ 10-300 ബലൂൺ ഒരേ സമയം കാണാൻ പറ്റും. ഇവിടെ പാമുക്കലയിൽ ഒരു സമയം 30 എണ്ണാക്കി കാണാൻ പറ്റുള്ളൂ. പാമുക്കല ചെറിയ ഒരു വില്ലേജാണ്. വെളുപ്പിന് 5:30 മണിക്കാണ് ഞങ്ങൾ പോയത്. ഈ സൺറൈസാണ് ഒരു ഭയങ്കര ഭംഗിയായിട്ട് ഒരു ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. നീർജയുടെ കൂടെ ഇങ്ങനെ സൺറൈസും മോളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടത്. നമ്മൾ ആദ്യം കണ്ട ട്രാവൻറ്റൈൻ ടെറസിലെ വെള്ളമൊക്കെയുള്ള അത് ഈ മാപ്പിൽ കാണാം. എല്ലാം അടുത്തടുത്താണ്. ഞങ്ങൾ താമസിച്ച ഹോട്ടൽ അതിൻ്റെ തൊട്ടടുത്താണ്. ഒരു ഹോം സ്റ്റേ മാതിരിയാണത്. ഇതവരുടെ ഡൈനിങ് ഏരിയ ആണ്. പിന്നെ റെഡ് സ്പ്രിങ്സ് പറഞ്ഞ് അധികം ആരും പോവാത്തൊരു സ്ഥലത്തോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഞങ്ങൾ താമസിച്ച ഹോം സ്റ്റേൻ്റെ ഓണർ തന്നെയാണ് ഇപ്പോൾ കൊണ്ടുപോണത്. നീർജ ഇയാളെ കുമ്പിടി എന്നാണ് വിളിക്കുന്നത്. കാരണം ഞങ്ങൾ എവിടെ നോക്കിയാലും ഇയാളെ കാണും. ഇവിടെ ടാക്സി സർവീസൊക്കെ ഇച്ചിരി മോശമാണ്. അപ്പോൾ ഞങ്ങൾ എങ്ങനെ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ കുമ്പിടീനെ എവിടെയെങ്കിലും കാണും. അപ്പോൾ അയാൾ തിരിച്ചു കൊണ്ടുവിടും. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചതെല്ലാം. ഇത് പാമുക്കലയിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ ഇവിടുത്തെ റെഡ് വാട്ടർ എന്ന് പറയുന്നത് ഈ അയൺ കൂടിയിട്ടാണ് ഈ കളർ വരുന്നത്. പിന്നെ സൾഫറും ഉണ്ട്. ആളുകൾ ഇത് പിടിച്ചുകൊണ്ട് പോകുന്ന മസിൽ പെയിനിങ്ങും അങ്ങനെയൊക്കെ ഉള്ള തെറാപ്യൂട്ടിക് യൂസിനാണ്. ഞാനും കുറച്ച് കുപ്പിയിൽ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അത് വെച്ചും ഞാൻ കുളിച്ചു. മെയിനായിട്ട് കുളിയാണ് ഇവിടുത്തെ നടന്നിരിക്കുന്നത്. കരഹൈറ്റ് റെഡ് സ്പ്രിങ്സ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് ദൂരം നടന്നു. അപ്പോൾ ഇങ്ങനെ അവരുടെ ഒരു മാർക്കറ്റൊക്കെ ഉണ്ട്. കുറേ ടൈപ്പ് ഹെർബ്സ്, ടീ, പിന്നെ എന്തൊക്കെയോ ഹെർബ്സ് ഇൻഫ്യൂസ് ചെയ്ത ഓയിലുകൾ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏതാണ് എയർപോർട്ടിൽ പണി കിട്ടുന്നതെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല. അങ്ങനെ സർക്കിളിൽ ചുറ്റിക്കൊണ്ടിരുന്ന ഞങ്ങളെ കുമ്പിടി പിന്നെയും പിക്ക് ചെയ്തു. രാത്രി പുള്ളിയുടെ അമ്മയാണ് ഈ ഫുഡൊക്കെ കുക്ക് ചെയ്ത് അവിടെ ഹോം സ്റ്റേയിൽ സെർവ് ചെയ്യുന്നത്. അതൊക്കെ കഴിച്ചു. നല്ല ഇടവേളം കുമ്പിടി വന്നു. ഏതെങ്കിലും കാലത്ത് ആലപ്പുഴയിൽ ഇതുപോലെ ഒരു ഹോം സ്റ്റേ ബീച്ചിനടുത്ത് വയ്ക്കണം എന്നാണ് എനിക്ക് ഒരാഗ്രഹം. എനിക്ക് പാമുക്കലയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹോട്ട് എയർ ബലൂൺ റൈഡും പിന്നെ അതുപോലെ തന്നെ ആ ക്ലിയോപാട്രാസ് പൂള് വിസിറ്റ് ചെയ്തതാണ്. ടർക്കിഷ് ടീ ആണിത്. അവിടെ ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിലാണ് സെർവ് ചെയ്യുന്നത്. പാമുക്കലയിൽ നിന്ന് വാനിൽ ഒരു 1 hour ട്രാവലുണ്ട് ഡെനിസ്ലി എയർപോർട്ടിലെത്താനായിട്ട്. അവിടെ നിന്നാണ് ഇസ്താംബൂളിലേക്കുള്ള ഫ്ലൈറ്റ് കയറുന്നത്. ഇസ്താംബൂളിൽ വന്നിട്ട് പിന്നെയും ഒരു ദിവസം സ്പെൻഡ് ചെയ്തിരുന്നു സ്പൈസ് ബാസാറിലൊക്കെ. അത് മറ്റേ വീഡിയോയിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ ആണ് ഞങ്ങൾ ഇസ്താംബൂൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ 2 പേരും ഇനി 2 സ്ഥലത്തേക്കാണ് പോകുന്നത്. നീജ ലണ്ടനിലോട്ടും ഞാൻ ഇങ്ങോട്ടും. അപ്പോൾ നീജ തിരിച്ചു വന്നു. അപ്പോൾ ഇസ്താംബൂളിൽ നിന്ന് ഞാൻ മുംബൈയിലോട്ട് ട്രാൻസിറ്റ് വന്നിട്ട് അവിടെ നിന്നാണ് കൊച്ചിയിലോട്ട് പോയത്. പിന്നെ അദാനി ലോഞ്ചിൽ കയറി കുറച്ച് ഫുഡൊക്കെ ഫ്രീ ആയിട്ട് വെട്ടി റെസ്റ്റൊക്കെ എടുത്ത് മുംബൈ എയർപോർട്ടൊക്കെ കറങ്ങിയിട്ട് ഡ്യൂട്ടി പെയ്ഡിൽ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അടുത്ത സീറ്റിലുണ്ടായിരുന്ന ഒരു കൊച്ചുകുട്ടിയുടെ പേരൻസ് താരാട്ട് പാടുന്ന കേട്ട് അവരുടെ അച്ഛൻ്റെ പാട്ട് കേട്ട് ഞാനും ഉറങ്ങിപ്പോയി. അങ്ങനെ തിരിച്ച് കൊച്ചിയിലെത്തി. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.